അപ്പോൾ നമ്മളിന്ന് ഗോപി 65 ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് 65 ആക്കി എടുക്കാം. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനുള്ളിൽ ചെറിയ ഇഴജീവികളൊക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. വേസ്റ്റൊന്നും ഇവിടെ ഇടണ്ട, വാരിക്കളയാം. ഇത് ഇത്തിരി കൂടി ചെറിയ പീസാക്കണം. നമ്മളിപ്പോൾ ആദ്യം വലിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കിയാലേ സംഗതി ശരിയാവുള്ളൂ. ഒരു ചട്ടി വെച്ച് അല്പം വെള്ളം തിളപ്പിച്ചെടുക്കും. വെള്ളം ഒഴിക്കാം. വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം തിളച്ചു പോകണം. നമുക്കൊന്ന് ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടെടുക്കാം, അപ്പോഴേ ശരിയാവുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതിൽ വിഷാംശവും അല്ല പുഴുവോ പ്രാണിയൊക്കെ എന്തെങ്കിലും ഉണ്ടൊക്കെ പോവും, അല്പം വേകുകയും ചെയ്യും. സംഗതി ആയിട്ടുണ്ട്, എടുക്കാം. നല്ലോണം വെള്ളം തോരണം. ഇതിൻ്റെ മസാലകൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ ആണത്, കുറച്ച് കൂടുതലുണ്ട്, അതാണ് കുറച്ച് കൂടുതൽ കോൺഫ്ലവർ ഉണ്ട്. ഇത് കുറച്ച് മൈദയാണ്. ഇത് കുറച്ച് അരിപ്പൊടിയാണത്. കുറച്ച് റവയും കൂടി ഇട്ട് കൊടുക്കാം, അപ്പോൾ ഒരു ലേശം ക്രിസ്പി ആയിരിക്കും. മതി. കുറച്ച് മുളക് പൊടി ഇടാം, ഇച്ചിരി എരിവിന് വേണ്ടിട്ട്. കുറച്ച് ഗരം മസാല, പാകത്തിന് ഉപ്പ്, ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നാരങ്ങപ്പുളിയാണ് നമുക്ക് ഒരു പുളിപ്പിന് വേണ്ട നാരങ്ങ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അവന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം.
അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് വേണം. ഇനി നമുക്ക് ഇതിലെടുത്തിടാം. ഇനി നമുക്ക് പതുക്കെ ഇതിലൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബലം കൊടുത്തിളക്കിയാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയൊക്കെ വെച്ചൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം പോകട്ടെ, മോരിയട്ടെ. നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. സംഭവം റെഡിയായില്ല ഈ സെക്ഷൻ. അത് ഒന്ന് ചൂടാറുമ്പോൾ കളർ സെയിം ആയിക്കോളും. നമുക്ക് എണ്ണയിൽ കുറച്ച് പച്ചമുളക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൻ്റെ അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇത് സംഗതി കുറേ ഉണ്ട്, നമുക്ക് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കുറച്ച് ഞങ്ങൾ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്ത് പോവാണ്. അവിടെ കുറേ പേരുണ്ട്, അവർക്കൊന്ന് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിറുകിറില്ലേ? അത് നമ്മൾ റവയൊക്കെ ചേർത്തിട്ടുണ്ട്. റവ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായി. കടയിൽ പോയി കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതെ അതെ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കടയിൽ പോയി കിട്ടില്ല പറഞ്ഞാൽ കടയിൽ ഇതല്ലല്ലോ വേറെ അല്ലേ? നമ്മളങ്ങനെ വേറെ ഒന്നും ഇല്ലാത്തതല്ലേ. അതെ, നമ്മളൊന്നും ചേർന്ന് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് സാധനങ്ങൾ മാത്രം. സംഭവം സൂപ്പറാണ്. നമുക്ക് ചോറോ എന്തിനു കൂടെ വേണേലും അല്ലേ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. പൊറോട്ടയാണ്, പൊറോട്ട അതെ, എന്തിനു വേണം കൂടെ വേണേലും. വെറുതെ കഴിക്കാനാണ് ഏറ്റവും സുഖം. വെറുതെ കഴിച്ചാൽ കംപ്ലീറ്റ് കഴിച്ചിട്ട് മോരുന്നുണ്ട്, സൗണ്ട് വരുന്നു.
പഴം പോലെ ഉണ്ട് കിട്ടില്ലേ സൂപ്പർ കഴിച്ചതൊക്കെ കഴിയുമ്പോൾ അത്ര ഇത് തീർക്കാം നമുക്ക്. അവിടെ ഉണ്ട് സാധനമുണ്ട്, ഇന്ന് ഇഷ്ടംപോലെ സാധനമുണ്ട്. നമുക്ക് ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാണ്ടാണ്. അപ്പോൾ സംഭവം തന്നെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോ അവിടെ പോയിട്ട് അവർക്ക് കൊടുക്കാം.